അതേസമയം തിരുവനന്തപുരം നിവാസികൾക്ക് വലിയ ആശ്വാസം നൽകുന്ന വാർത്തയാണ് അടുത്തത്. നഗരവാസികളുടെ ഉറക്കം കെടുത്തിയ കുപ്രസിദ്ധ മോഷ്ടാവ് പിടിയിലായിരിക്കുകയാണ്. നഗരത്തിലെ വിവിധ സ്റ്റേഷൻ പരിധികളിൽ ആയി 23 ഭവനഭേദന കേസുകളിൽ പ്രതിയായ തിരുവനന്തപുരം ഇന്ദിവിള സ്വദേശി ബാഹുലേയനെ വഞ്ചിയൂർ പോലീസാണ് പിടികൂടിയത്. ആലുവയിൽ യുവാവിനെ തട്ടിക്കൊണ്ടുപോയ സംഘത്തിലും ഇയാൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് പോലീസിന് സൂചന ലഭിച്ചിട്ടുള്ളത്. ബാറ്ററി നവാസ്, ബ്രൂസിലി ബിജു എന്നിവരുടെ കൂട്ടാളിയാണ് ബാഹുലേയൻ എന്നും പോലീസ് പറയുന്നുണ്ട്. പ്രതി മോഷണ ശ്രമം നടത്തുന്ന CCTV ദൃശ്യങ്ങൾ ന്യൂസ് 18 ലഭിച്ചു. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഡാൻ കുര്യൻ ആണ് ചേരുന്നത്. ഡാൻ, 23 ഭവനഭേദന കേസുകളിലെ പ്രതിയാണ് ഇപ്പോൾ പിടിയിലായിട്ടുള്ളത്. എങ്ങനെയാണ് ഈ പ്രതിയിലേക്ക് പോലീസ് എത്തപ്പെട്ടത്? അഭിലാഷ്, തിരുവനന്തപുരം നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തുടർച്ചയായി കഴിഞ്ഞ ഒരു മാസത്തിനിടെ വിവിധ മോഷണങ്ങൾ നടന്നിരുന്നു. ആ മോഷണങ്ങളുമായി ബന്ധപ്പെട്ട പോലീസ് അന്വേഷണം നടത്തുന്നതിനിടയിൽ സമാനമായ തരത്തിലാണ് ഈ കുറ്റകൃത്യം നടന്നിരിക്കുന്നത് എന്ന് കൃത്യമായി അന്വേഷണത്തിൽ വ്യക്തമായി. അതേ തുടർന്ന് ഇത്തരത്തിൽ സ്ഥിരം കുറ്റവാളികളെ കേന്ദ്രീകരിച്ചുകൊണ്ട് അന്വേഷണം പുരോഗമിക്കുന്നതിനിടയിലാണ് സംശയമുന്ന ബാഹുലേയനിലേക്ക്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന് സമീപം ഈന്തിവളിയിൽ താമസിക്കുന്ന ബാഹുലേയനിലേക്ക് അന്വേഷണം എത്തിയത്. അതിനിടയിലാണ് ആലുവയിൽ നിന്ന് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് യുവാവിനെ തട്ടിക്കൊണ്ടുപോയ കേസ് അത് വലിയ തരത്തിൽ വിവാദമായിരുന്നു. ആ സംഘത്തിൽ ഉൾപ്പെട്ടവരെ കേന്ദ്രീകരിച്ചുകൂടി അന്വേഷണം പുരോഗമിക്കുന്നതിനിടയിലാണ് ഈ ബാഹുലേയനും ആ സംഘത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന സൂചന പോലീസിന് ലഭിക്കുന്നത്. അതേ തുടർന്ന് ഇയാളെ പോലീസ് നിരീക്ഷിച്ചു വരികയായിരുന്നു. ഈ മോഷണം നടന്ന സ്ഥലങ്ങളിൽ നിന്ന് CCTV ദൃശ്യങ്ങളടക്കം പോലീസ് പിടിച്ചെടുക്കുകയും അത് വിശദമായി പരിശോധിക്കുകയും ചെയ്തിരുന്നു. അതിനിടയിൽ ഇന്നലെ വൈകിട്ടാണ് വഞ്ചിയൂർ പോലീസ് ഷാഡോ പോലീസിന്റെ സഹായത്തോടെ ബാഹുലേയനെ പിടികൂടിയിരിക്കുന്നത്. എവിടെ നിന്നാണ് പിടികൂടിയത് എന്നത് സംബന്ധിച്ച വ്യക്തമായ സൂചനകളൊന്നും പോലീസ് നൽകിയിട്ടില്ല. പക്ഷേ ഇന്നലെ രാത്രി വൈകിയാണ് ഇയാളെ പോലീസിന്റെ സാഹസികമായ ദൗത്യത്തിനൊടുവിൽ ഈ ബാഹുലേയൻ പിടിയിലാകുന്നത്. ബാഹുലേയനെ ഇന്ന് മജിസ്ട്രേറ്റിന് മുമ്പാകെ ഹാജരാക്കുമായിരിക്കും. അതായത് 23 വീടുകൾ കുത്തിത്തുറന്ന് മോഷണം നടത്തിയ കേസിലെ പ്രതിയാണ് ബാഹുലേയൻ. നഗരത്തിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളായി ഇയാൾക്കെതിരെ കേസുകൾ നിലനിൽക്കുന്നുമുണ്ട്. എന്തായാലും ആലുവയിൽ നിന്ന് യുവാവിനെ തട്ടിക്കൊണ്ടുപോയ സംഘത്തിൽ ബാഹുലേയൻ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യം അറിയുന്നതിന് വേണ്ടി വിശദമായ ചോദ്യം ചെയ്യൽ ആവശ്യമാണ് എന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും നഗരത്തിൽ തുടർച്ചയായി മോഷണങ്ങൾ നടന്നിട്ടും പോലീസിന് പ്രതിയെ പിടികൂടാൻ കഴിയാത്തത് വലിയ തരത്തിലുള്ള വിമർശനങ്ങൾക്ക് വഴിവെച്ചിരുന്നു. അതിനിടയിലാണ് ഇന്നലെ വൈകിട്ട് ബാഹുലേയനെ വഞ്ചിയൂർ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ ദൃശ്യങ്ങളാണ്, അതായത് ഇപ്പോൾ കാണുന്നത് CCTV ദൃശ്യങ്ങളാണ്. മോഷണ ശ്രമം നടത്തുമ്പോൾ ലഭിച്ചിട്ടുള്ള CCTV ദൃശ്യങ്ങളടക്കമാണ് ഞങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവച്ചത്.